ഇന്ന് രാവിലെ കൃത്യം 10:15 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾക്കും ഒരുപാട് അടിയൊഴുക്കുകൾക്കും ഒടുവിലാണ് ഇപ്പോൾ ഈ മന്ത്രിസഭ നിലവിലെത്തിയിരിക്കുന്നത്. എന്താണ് കാത്തിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്ര സ്മൂത്ത് ആയിരിക്കില്ല ഈ ഒരു മന്ത്രിസഭയുടെ തുടക്കം എന്നത് തന്നെ. കാരണം ഘടകകക്ഷികളുടെ ആവശ്യങ്ങളും ഗ്രൂപ്പുകളുടെ സമവാക്യങ്ങളും കൃത്യമായി ബാലൻസ് ചെയ്താണ് ഈ പുതിയ ടീമിനെ വി.ഡി. സതീശൻ ഇറക്കിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തലയാണ് അധികാരത്തിലെത്തുന്നത്. ഇതിനു മുമ്പും ആഭ്യന്തരമന്ത്രിയെ അധികാരത്തിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അതിന്റെ മുൻപരിചയം ഇനിയുള്ള കാലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ വിചാരിക്കാം. കാരണം വലിയൊരു അഴിച്ചുമാറ്റം ആഭ്യന്തര വകുപ്പ് തലത്തിൽ വരും എന്നതിനുള്ള ഒരു സൂചന അദ്ദേഹം ഇതിനോടകം തന്നെ തന്നു കഴിഞ്ഞു. കൂടാതെ ഏറ്റവും വലിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനാണ്. ഏകദേശം 5 മന്ത്രിസ്ഥാനമാണ് ലീഗിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ സർക്കാർ തന്നെ പ്രത്യേകം ഒരു സമുദായത്തിനുള്ളതാണോ എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം.